വാർത്തകൾ വിശദമായി. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയിറങ്ങി. ഗ്രാമ്പി LP സ്കൂളിന് സമീപമെത്തിയ കടുവ 2 പശുക്കളെയും ഒരു വളർത്തുനായയും ആക്രമിച്ചു. ഗ്രാമ്പി എസ്റ്റേറ്റിലെ മണികണ്ഠൻ, ഏശയ്യ എന്നിവരുടെ വളർത്തുമൃഗങ്ങളെയാണ് ആക്രമിച്ചത്. കടുവയെ ഉടൻ പിടികൂടുമെന്നാണ് റേഞ്ച് ഓഫീസർ അറിയിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. മെയ്യാൻ വിട്ട മൃഗങ്ങളുടെ കരച്ചിൽ കേട്ടെത്തിയ മണികണ്ഠനാണ് മൃഗങ്ങളെ കടുവ ആക്രമിക്കുന്നത് കണ്ടത്. ആളുകൾ എത്തിയപ്പോഴേക്കും കടുവ അയൽക്കാട്ടിലേക്ക് ഓടി. നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുറിഞ്ഞിപ്പുഴ സെക്ഷന്റെ കീഴിലെ വനപാലക സംഘം സ്ഥലത്തെത്തി. മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത കൂടുതലാണെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രി ഒരു 8:30-9 മണിയോടുകൂടി കൂടെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നലത്തെ ഫുൾ ടൈം നമ്മുടെ സർവൈലൻസിൽ കടുവ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പക്ഷേ കൂട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യാണ്. നമ്മൾ തെർമൽ വെച്ച് നോക്കും. അപ്പോൾ കറന്റ് ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എൻ്റെ ഏരിയ ഒന്ന് കോംബ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു റോഡും ആ സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വേറെ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഈ കടുവ കൊടുക്കുന്നവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇന്നലെ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വഴി അവരെല്ലാം സഹകരിക്കുന്നു. തോട്ടത്തിനുള്ള അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവർ വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ പോലും ഈ ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോംബ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇല്ല, ഡോക്ടർ അതായത് നമുക്ക് ആ വിഷ്വൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ വിഷ്വൽ വെച്ച് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിക്കേറ്റ ഒരു ഇതുണ്ട്. അതിനൊരു കാലിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത്ര ഹെൽത്തി ആണോ എന്നുള്ളൊരു അത് പിന്നെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ. ആ വീഡിയോ വെച്ചിട്ട് ഡോക്ടറിന്റെ ഒരു